നീ ജോയിന്റിന് എനിക്ക് തോന്നുന്ന റീപ്ലേസ്മെന്റിന് ഹോസ്പിറ്റലുകൾക്ക് ഇത്രയും ബുക്കിംഗ് കിട്ടിയതിന് കാരണം നമ്മൾ സൗകര്യപൂർവ്വം പുല്ലിലോ മണ്ണിലോ ഗ്രാവലിലോ നടക്കാതെ ട്രെഡ്മില്ലിൽ കയറിയതാണ് ഈ മുട്ടിന് ഇത്രയും. ഓപ്പറേഷൻ. ഐ എം നോട്ട് ടേക്കിംഗ് എ പ്രൊപ്പഗാൻഡ അഗൈൻസ്റ്റ് major business installations like what we call what belongs to the hospital clearing industry. So, see, you have nature for a bed, you have nature for a treadmill, you have nature to feed you with air and all what is in strict holiness needed to give you healthy ornaments which are inside your body, which perform your physiology. A physiology perfect ആക്കാൻ 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ അതിൽ നിന്ന് ഹൈഡ്രേറ്റഡ് ആവാനുള്ള സബ്സ്റ്റൻസസ് എല്ലാം വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം അത് വെളിയിലേക്ക് തള്ളേണ്ട യൂറിനേഷൻ. ഇതിനെല്ലാം ദൈവദത്തമായ ഒരു ഫിസിയോളജി നമുക്ക് ലഭിച്ചെങ്കിൽ ആ ഫിസിയോളജിയെ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം ഇന്നത്തെ മോദിജിയുടെ പ്രസംഗത്തിൽ ഒരുപക്ഷെ ഞങ്ങൾ കഴിഞ്ഞ യൂണിയൻ കൗൺസിലിന്റെ മീറ്റിംഗിൽ ഞങ്ങൾക്കൊരു ഇടയ്ക്കൊരു ടീ ബ്രേക്ക് വന്നു. അവിടെ പിന്നെ ഈ മൈദയുടെ പരത്തിയ പൊറോട്ടയ്ക്ക് ചുരുക്കത്തില്ല, പക്ഷെ ഈ കൈവച്ച് വീശി അടിച്ച മൈദക്കകത്തോട്ട് വെജിറ്റബിൾ ഫ്രഷ് വെജിറ്റബിൾസിന്റെ ഒരു മിൻസ്ഡ് വെജിറ്റബിൾസ് ഇതിട്ടൊക്കെ തമിഴ്നാട്ടിൽ ലേശം മധുരമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മോദിജി എല്ലാവരും കൂടി ഈ 73 പേരും പിന്നെ ഓരോ മിനിസ്ട്രിയുടെയും സെക്രട്ടറീസ്, അവരുടെ അണ്ടർ സെക്രട്ടറീസ്, ജോയിന്റ് സെക്രട്ടറീസ്, അഡീഷണൽ സെക്രട്ടറീസ്, പിന്നെ സ്റ്റാഫ് എല്ലാവരും ചേർന്ന് ഒരു എനിക്ക് തോന്നുന്നു 500 പേര് പോയി കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഹെൽത്തിന്റെ മിനിസ്ട്രിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു അഡ്വൈസറി ഇൻ ദ ഫോം ഓഫ് എ ബ്രീഫിംഗ് ആൻഡ് ബ്രെയിൻ സ്റ്റോമിംഗ്. അത് കഴിഞ്ഞ ഒട്ടനെ അതിനകത്ത് മെയിൻ എലമെന്റ് വാസ് ഒബീസിറ്റി. ഒബീസിറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. മോദിജി അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു സമയത്തിൽ പറഞ്ഞത് ഇത് മനഃപൂർവ്വമാണ് നമുക്കൊരു ടീ ബ്രേക്ക് തന്ന് നമ്മളെ കൊണ്ട് അതെല്ലാം കഴിപ്പിച്ചിട്ട് ഒബീസിറ്റി പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചത് എന്ന് പറഞ്ഞത്. ഈ പേടി ഇന്ന് പവർട്ടിക്ക് കാരണം ആരാണെന്ന് ചോദിച്ചാൽ അതിസമ്പന്ന വർഗമാണ് ഈ രാജ്യത്ത് പവർട്ടി വളർത്തുന്നത്. നമുക്ക് ആവശ്യമുള്ളത് ഇംഗ്ലീഷുകാരൻ കണ്ടുപിടിച്ച ടെക്നിക്കാണ്. എന്താ അതിന് പറയുന്നത്? നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കഴിക്കും, നമ്മൾ ഓർഡർ ചെയ്ത് ആവശ്യമുള്ളത് വരുത്തി കഴിക്കും. പക്ഷെ അതും ഇപ്പൊ നമ്മൾ പണ്ട് അങ്ങനെ ഒരു കൾച്ചറില്ല. ഞാൻ എന്റെ ഡിഷ് ഓർഡർ ചെയ്യും, അത് മുഴുവൻ ഞാൻ കഴിക്കും. ഇന്ന് നമ്മൾ ഒരു 5 പേരുണ്ടെങ്കിൽ ഒരു 5 ഡിഷ് പറയും, ഓരോ ഡിഷും ഈ 5 പേര് ഷെയർ ചെയ്യും അല്ലെ? ആ കൾച്ചറിലേക്ക് വന്നു. പക്ഷെ ഇനിയും നമ്മൾ ഷോർട്ടൻ ചെയ്യേണ്ടിയിരിക്കുന്നു. വൈ? ബിക്കോസ് വി ഷുഡ് ഹാവ് കൺസേൺ ഫോർ ദ ഫുഡ്ലെസ് ലോട്ട്, ദി ഹാപ്ലെസ് ലോട്ട്. അപ്പൊ പവർട്ടി മാനേജ്മെന്റ്, അതിന് ഗവേണൻസ് മാത്രം പോരാ, നമ്മുടെ ലൈഫ് ഗവേണിംഗ് ഓർഡേഴ്സ് എല്ലാം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഇന്ന് അരിയായാലും കരിമ്പായാലും ഗോതമ്പായാലും അതുപോലെയുള്ള സബ്സ്റ്റൻസസിനെ എല്ലാം ഈ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട്, ഷുഗർ വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നമ്മൾ പോകുന്നത് മില്ലറ്റിലേക്കാണ്. മില്ലറ്റ് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് ആദിവാസികളാണ്. ആദിവാസി ഹാംലെറ്റുകളിലാണ് മില്ലറ്റ് നമുക്ക് ശുദ്ധമായ മില്ലറ്റ് കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അവർക്ക് ആ അവകാശം നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനം നിഷേധിച്ചു. അവർക്ക് ഭൂമിയില്ല എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നത് ആദിവാസിയുടെ ഭൂമി എന്ന് പറയുന്നത് വനമാണ്. ഒരു വനത്തിന്മേൽ മൃഗങ്ങൾക്ക് എത്രമാത്രം അവകാശമുണ്ടോ അതിന്റെ ഇരട്ടി അവകാശം വനവാസികൾക്കുണ്ട്. അവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിന്ന് എത്തനോൾ ബ്ലെൻഡിങ്ങിന് വേണ്ടി ഒരുപാട് നമ്മുടെ കൺസ്യൂമബിൾ ഫുഡ് സബ്സ്റ്റൻസസ് വിച്ച് ഇസ് മെയിൻലി സ്റ്റേപ്പിൾ ഫുഡ്, ഷുഗർ കെയിൻ ഉണ്ട്. ഷുഗർ കെയിൻ ആണ് എക്സസീവായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒരുപക്ഷെ ഒരു പവർട്ടി ഇൻഡെക്സിന് ഡാമ്പൻ ചെയ്യാവുന്ന, അതിനുവേണ്ടി പട്ടിണി നിർമാർജനം
ദുരീകരണം അതിനുവേണ്ടി ഒരു സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഥനോൾ ബ്ലെൻഡിംഗ് എന്ന് പറയുന്നത് പാരിസ്ഥിതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും എന്റെ മിനിസ്ട്രിയുടെ പ്രധാനപ്പെട്ട അറ്റംപ്റ്റ് ആണ്. 2024 അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് 20% എഥനോൾ ബ്ലെൻഡിംഗിലേക്ക് നിങ്ങൾ വരണം. മിനിസ്ട്രി കിട്ട ടാസ്കാണ്. ഞങ്ങൾ ഏതാണ്ട് 18% ബ്ലെൻഡിംഗിലേക്ക് കഴിഞ്ഞ് ഡിസംബറിലെത്തി. ഇപ്പൊ വി ഹാവ് ക്രോസ് 20%. ഒട്ടനെ അടുത്ത ബ്രെയിൻ സ്റ്റോമിംഗിൽ അദ്ദേഹം 3 മാസം മുമ്പ് കൂടിയപ്പോ ചോദിച്ചു, ഭയങ്കര മിടുക്കന്മാരാണ് നിങ്ങൾ. ഞാൻ 26-ൽ എനിക്ക് 20% തരണമെന്ന് പറഞ്ഞു. യു ആർ ഓൾമോസ്റ്റ് ദെയർ ആൻഡ് യു ആർ ഗോയിങ് ടു ക്രോസ് ദിസ്. ഇത് ഫെബ്രുവരി മാർച്ചിലാണ്. യു ആർ ഗോയിങ് ടു ക്രോസ് ബൈ ദി ഹാഫ് ഇയർ ക്ലോസിംഗ്. യു വിൽ ബി ക്രോസിംഗ് 20%. ഭയങ്കര മിടുക്കന്മാരാണ്. പക്ഷെ നിങ്ങൾ എന്റെ പവർട്ടി ഇൻഡെക്സ് താഴ്ത്താനുള്ള ശ്രമത്തെ എത്രമാത്രം ദ്രോഹിച്ചു എന്ന് കൂടി വിലയിരുത്തണം. നിങ്ങൾ ഇതിനുള്ള ഒരു മറുഭക്ഷണം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അവിടെയാണ് ആദിവാസികൾക്കുള്ള അവകാശത്തിന്റെ ബോധം ഞങ്ങളിൽ ഉണർത്തിയത്. ആമസോൺ 500 രൂപയ്ക്കും 400 രൂപയ്ക്കും മില്ലറ്റ് വിൽക്കുന്നിടത്ത് നമ്മുടെ പാവം ആദിവാസികൾക്ക് 200 രൂപ ലാഭം കൊടുത്തുകൊണ്ട് 300 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ ആദിവാസികൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന മില്ലറ്റ് വിൽക്കാൻ സാധിച്ചാൽ ആരോഗ്യ സംരക്ഷണം, പൂർണ്ണമായ ആരോഗ്യ സംരക്ഷണം, ഡയബറ്റീസിനെതിരെ ഒരു വലിയ യുദ്ധം വിജയകരമായ തുടക്കത്തിൽ തന്നെ വിജയകരമാവുന്ന യുദ്ധമായിരിക്കും അത് നമുക്ക് സാധൂകരിക്കാൻ സാധിക്കും. മറിച്ച് അന്തരീക്ഷത്തെ ഫ്യൂവൽ ബേണിംഗ് കൊണ്ടോ അല്ലെങ്കിൽ എനർജി ട്രാൻസ്മിഷൻ, എനർജി ട്രാൻസാക്ഷൻ, എനർജി ട്രാൻസ്ഫോർമേഷൻ. ഫോർ ഇൻഫാക്ട് നമ്മൾ ഫ്യൂവലിൽ നിന്നെടുക്കുന്ന എനർജി, മെക്കാനിക്കൽ എനർജി എടുത്തിട്ട് അത് ട്രാൻസ്ഫോം ചെയ്ത് പുറത്തു വരുന്നത് ഓൾ ദി അൺകൂളിംഗ് ഗ്യാസസ് ആൻഡ് ഓൾസോ ഹീറ്റ് എനർജി. ഈ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ എന്തൊക്കെ കെമിക്കൽ കോമ്പോസിഷൻ നമ്മുടെ പെട്രോളിയം പ്രോഡക്ട്സിൽ വരണോ അത് അനിതര സാധാരണമായ മുന്നേറ്റത്തോടെ നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കണമെങ്കിൽ the governance should be wielded by the citizen of the country. For that matter, every citizen of the country, individuals of the country. I hope you will imbibe this idea of the Honorable Prime Minister in full honor, and you will imbibe it, absorb it into your heart. Thank you.